friends, welcome back to my channel 1 million shades. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് ആൻഡ് അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ തൃശ്ശൂർ ഡിമാർട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ആർട്ട് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിട്ടൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതുപോലെ അതിൻ്റെ പ്രൈസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ സെക്ഷൻ എന്ന് വെച്ചാൽ പെൻസിൽസൊക്കെ വാങ്ങിക്കേണ്ടതാണ്. ഗ്രാഫൈറ്റ് പെൻസിൽ, ചാർക്കോൾ അതൊക്കെ ഉള്ള സെക്ഷനാണ്. അപ്പോൾ ഇവിടെ സെറ്റായിട്ട് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, സിംഗിളായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു പെൻസിൽ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീട്ടിലെത്തിയിട്ട് കാണിച്ചിട്ട് ഏതാ വാങ്ങിച്ചത്. അതുപോലെ കളർ പെൻസിൽസ് ഉണ്ട്. അത് കുറേ ബ്രാൻഡ്സൊക്കെ ഉണ്ട്. ഫാബർ കാസലിൻ്റെ പ്രിസ്മ കളേഴ്സ് അതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ റേറ്റ് കുറവിൻ്റെ ആണെങ്കിൽ ഫാബർ കാസലിൻ്റെയും പിന്നെ ഡോംസിൻ്റെ ഒക്കെ ഉണ്ട്. ഈ സെറ്റിന് 50 രൂപയും കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി നോക്കാം. ഞാനപ്പോൾ ഫാബർ കാസിൻ്റെ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം ഏതാ എടുത്തതെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് ആക്രിലിക് പെയിൻറ്റ് ചൂസ് ചെയ്യാൻ വെച്ച് വന്നേക്കുന്നതാണ്. ഇവിടെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. കുറച്ച് ചെറിയ ബോട്ടിൽ ഇതിന് 20 റുപ്പീസാണ് റേറ്റ്. അതും പിന്നെ വേറെ വലിയ ബോട്ടിൽസും ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നീഡബിൾ ഇറേസർ ഏത് വാങ്ങിക്കുന്നുള്ള കൺഫ്യൂഷനിലാണ്. ബ്രിസ്റ്റോൻ്റെ ഉണ്ട്, പിന്നെ അപ്സരയുടെ ഉണ്ട്. ബ്രിസ്റ്റോൻ്റെ ആണെങ്കിൽ 80 റുപ്പീസാണ്, മറ്റേത് 50 റുപ്പീസും. പിന്നെ ഇത് മറ്റേ ഗ്രാഫൈറ്റ് പൗഡറാണ്, അതിന് നല്ല റേറ്റ് ഉണ്ട്, അതുകൊണ്ട് അതൊന്നും വാങ്ങണില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ വേറെ പെൻസിൽസ്, ആർട്ട് ലൈൻ്റെ പെൻസിൽസ് അതൊക്കെ ഉള്ള സെക്ഷനാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ബ്രഷും പിന്നെ പാലറ്റ് അതങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ അപ്സരയുടെ പെൻസിൽസ് കണ്ടു. ഇതിൽ 2HB തൊട്ട് 8B വരെ 10B വരെ അങ്ങോട്ട് ഉണ്ട്. ഇതിന് 50 രൂപയുള്ളൂട്ടോ റേറ്റ്. അപ്പം അപ്സര പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെ ബ്ലെൻഡിങ് സ്റ്റംസ് ഉണ്ട്. പിന്നെ ഇത് എന്നിട്ട് ബ്രഷ് പെൻസാണ്. ഇതൊന്നും നമ്മൾ വാങ്ങണമെന്നില്ല. പിന്നെ നമ്മൾ ഷോപ്പിൽ വരുമ്പോൾ എല്ലാം നോക്കുമല്ലോ, അതുകൊണ്ട് നോക്കുന്നതാണ്. പിന്നെ ഗേൾസ് പ്രത്യേകിച്ച് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങലുണ്ടാവില്ല. അപ്പോൾ ഞാനെല്ലാം ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇത് ക്യാൻവാസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇതിന് 180 റുപ്പീസാണ്. അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ഉണ്ട്, ക്യാൻവാസ് ബോർഡും ഉണ്ട്. അപ്പോൾ അല്ലാതെ റേറ്റും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചൂസ് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ ആമസോണിൽ നിന്നാട്ടോ വാങ്ങിക്കാറ്. പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഷോപ്പിൽ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് വന്നതാണ്. പിന്നെ ക്യാൻവാസ് ആണെങ്കിൽ ഇവിടെ പല ഷേപ്പിലുണ്ട്. കണ്ട, അത് റൗണ്ടിലുള്ള ക്യാൻവാസ് ഉണ്ട്, അതുപോലെ കണ്ട പല ഷേപ്പിലുള്ള ക്യാൻവാസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ മിനി ക്യാൻവാസ്, ഭയങ്കര ചെറിയ ക്യാൻവാസ് ഉണ്ട്. അതുപോലെ ബ്ലാക്ക് ക്യാൻവാസ് ഉണ്ട്. അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ വന്ന് ഇവിടെ തൃശ്ശൂർ എഡ്യൂമാർട്ട്, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. പിന്നെ ഇത് കാലിഗ്രഫിയുടെ സെറ്റാണ്. ചുമ്മാ നോക്കിയതാണ്. പിന്നെ അതുപോലെ ഇതൊക്കെ ജേർണൽസൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ ബുക്സൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, അതുപോലെ റേറ്റും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഹാമ്പേഴ്സൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാസ്ക്കറ്റൊക്കെയാണ്. ഇതിന് 1000 സംതിങ് ആണ് റേറ്റ്. അതുപോലെ മുകളിലത്തിൻ്റെ ഒക്കെ റേറ്റ് എനിക്കറിയില്ല, ജസ്റ്റ് നോക്കിയതാണ്. നമ്മളിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് പരിചയപ്പെടാം. പിന്നെ ഇനി ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ യൂസിനെ കുറിച്ചും പിന്നെ അതുപോലെ അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമ്മൾ ഫിക്സേറ്റീവ് സ്പ്രേ ആണ് എടുത്തേക്കണേ. അപ്പോൾ ഇതിന് 250 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഈ നമ്മൾ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചാർക്കോൾ പെൻസിൽ, അതുപോലെ ഗ്രാഫൈറ്റ്, അതുപോലെ ഓയിൽ പേസ്റ്റിൽ ഇതൊക്കെ യൂസ് ചെയ്ത് വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് സ്മഡ്ജ് ആവാണ്ട് കുറേ നാൾ നിൽക്കും. അപ്പോൾ അതിനാണ് ഇത് യൂസ് ചെയ്യണത്. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഒരു വൈറ്റ് സ്പ്രേ പെയിൻ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് 150 അങ്ങോട്ടാന്ന് തോന്നുന്നു. ഈ ബോട്ടിൽമേ റേറ്റ് കാണാനില്ല, നോക്കിയിട്ട് 150 ആണെന്ന് തോന്നണത്. നെക്സ്റ്റ് നമ്മൾ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലകത്ത് ട്യൂബായിട്ടാണ് പെയിൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ 12 ഷെയ്ഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എത്ര കളേഴ്സൊക്കെ ഉണ്ട്, ഏതൊക്കെ കളേഴ്സാണെന്നൊക്കെ നോക്കി നോക്കാം.
സംഭവം തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ കിട്ടണില്ല. അപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 12 ഷെയ്ഡ്സ് ആണ് വരണേ. അത്യാവശ്യം വലുപ്പമുള്ള ട്യൂബ്സ് ആണ്, കുഴപ്പമില്ല. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇനി ചെയ്യാതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂ ഒക്കെ അപ്പോൾ ചെയ്യാം, എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പോൾ പറയാം. ഇനി നമുക്കിത് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ റേറ്റ് വരണത് 310 രൂപയാണ്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് സംഭവം എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കുറച്ച് ക്യാൻവാസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു മിനി ക്യാൻവാസ് ആണ്, വിത്ത് സ്റ്റാൻഡ് ഉള്ളതാണ്. അപ്പോൾ ഇതിന് 100 രൂപയാണ് റേറ്റ്. ഈ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇത്ര റേറ്റ് ഉള്ളത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചാൽ അത് പൊട്ടിക്കണില്ല, യൂസ് ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കാന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ പിന്നെ ഇതെന്ന് വെച്ചാൽ ക്യാൻവാസ് ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 50 റുപ്പീസാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇനി പെയിൻറ്റിങ് ചെയ്യണ വീഡിയോസ് നമ്മൾ ചെയ്യാതായിരിക്കും. നെക്സ്റ്റ് ഞാൻ കുറച്ച് ആക്രിലിക് പെയിൻറ്റ്, ബോട്ടിലുള്ള ആക്രിലിക് പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റും ബ്ലാക്കും മാത്രം വലിയ ബോട്ടിൽ വാങ്ങിച്ചു. ബാക്കി കുറച്ച് ഷെയ്ഡ്സൊക്കെ നമ്മൾ ചെറിയ ബോട്ടിൽസ് 20 റുപ്പീസിൻ്റെ ചെറിയ ബോട്ടിൽസില്ലേ, അപ്പോൾ അതാണ് വാങ്ങിച്ചേക്കണത്. അത് യെല്ലോ, പിന്നെ ബ്ലാക്ക്, പിന്നെ ബ്ലാക്ക് അല്ല ഗ്രീൻ, സ്കിൻ കളർ, ബ്ലൂ, റെഡ്, അങ്ങനത്തെ കുറച്ച് പ്രൈമറി കളേഴ്സാണ് എടുത്തേക്കണേ. പിന്നെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഈ വലിയ ബോട്ടിലിന് 90 റുപ്പീസാണ്, പിന്നെ മറ്റേതിന് 20 റുപ്പീസ്. അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ബ്ലെൻഡിങ് സ്റ്റംസ് ആണ്. അപ്പോൾ ഇത് പല സൈസിലുള്ളതുണ്ട്, 6 എണ്ണാണുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 റുപ്പീസാണ് വരണേ. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ബ്രിസ്റ്റോൻ്റെ മറ്റേ നീഡബിൾ ഇറേസർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഷെയ്ഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതൊരു സ്റ്റിക്കി ടൈപ്പാണ്, പിന്നെ അത്യാവശ്യം സ്ട്രെച്ചബിൾ ആണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ വലിച്ചു നീട്ടി വേറെ നമുക്കിങ്ങനെ പോയിൻറ്റഡൊക്കെ ആക്കിയിട്ട് നമുക്കിങ്ങനെ ചെറിയ പോർഷൻസൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഇറേസ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം യൂസ്ഫുള്ളായിരിക്കും തോന്നുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് കുറച്ച് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സെല്ലോ ടൈപ്സ്, പിന്നെ കുറച്ച് റിബണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് OHP ഷീറ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും, A4 സൈസിലുള്ള OHP ഷീറ്റാണ്. അതൊരു കുറച്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഒരു ജൂട്ടിൻ്റെ ഒരു ത്രെഡ്, ഇതിന് 18 രൂപ അങ്ങോട്ട് ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ റിബൺ. ഇത് ഇങ്ങനെ റോളായിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ വീട്ടിലെത്തിയിട്ടൊന്ന് അഴിച്ചു നോക്കിയതാണ്, മൊത്തത്തിൽ അങ്ങനെ അഴിഞ്ഞു പോയി. ഇതുപോലത്തെ ബ്ലൂവും ഇതുപോലെ റോളായിട്ടായിരുന്നു, ഇതുപോലെ ബ്ലൂവും പിന്നെ റെഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഫെവിക്കോള് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വെച്ചിട്ടാണ്. പിന്നെ ഗ്ലൂ ഗൺ എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ അതിന് സ്റ്റിക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് വാങ്ങിച്ചു. ഇതെന്ന് പറയുന്നത് ബ്രിസ്റ്റോൻ്റെ ഗ്രാഫൈറ്റ് പെൻസിൽസ് ആണ്. ഇതിനകത്ത് 2H തൊട്ട് 10B വരെയാണുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 350 അബവ് വരുന്നുണ്ട്, 380 എങ്ങടാന്ന് തോന്നുന്നു. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ഷോപ്പിൽ അവിടെ തപ്പിയപ്പോൾ എനിക്ക് ഈ ബ്രാൻഡിന് കിട്ടിയില്ല. അവിടെ സിംഗിൾ പെൻസിൽസ് ആയിട്ട് കുറേ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് ഞാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ വെച്ചാൽ വാങ്ങിച്ചതാണ്. കളർ പെൻസിൽസ് നമ്മൾ ഈ ഫാബർ കാസലിൻ്റെ 24 ഷെയ്ഡ്സ് ഉള്ള ഈ ബോക്സ് ആണ് വാങ്ങിച്ചത്. ഇതിന് 200 റുപ്പീസാണ് റേറ്റ്. അപ്പം ഇതിനെ കുറിച്ചിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.